തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ ദൈവപുത്രൻ ജയിച്ചു. അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തുള്ള കെൻസസിൽ ഇന്നലെ നടത്താനിരുന്ന സാത്താൻ സേവകരുടെ കറുത്ത കുർബാന പരാജയപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഭ്രൂണഹത്യയെ നിയമപരമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാത്താൻ സേവകർ കെൻസസ് ക്യാപിറ്റോളിൽ പരസ്യമായി കറുത്ത കുർബാന അർപ്പിക്കുവാൻ എത്തിയത്. 20ഓളം സാത്താൻ സേവകരാണ് ഇതിനായി എത്തിച്ചേർന്നത്. ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള പുൽത്തകിടിയിലാണ് ഇവർക്ക് അനുവാദം ലഭിച്ചത്. എന്നാൽ ഇത് ലംഘിച്ച് കറുത്ത കുർബാന അർപ്പിക്കുവാൻ സാത്താനിക് സംഘടനയുടെ പ്രസിഡന്റ് മൈക്കിൾ സ്റ്റുവർട്ട് ക്യാപിറ്റോൾ മന്ദിരത്തിനകത്തോട്ട് കയറുവാൻ ശ്രമിച്ചതോടെ ഒരു പുരുഷനും സ്ത്രീയും കുട്ടികളും ഉൾപ്പെടെ ഇയാളെ തടഞ്ഞു. തടയാനെത്തിയവരെ സാത്താൻ ആരാധകൻ മുഖത്തിടിച്ച് പരിക്കേൽപ്പിച്ചതോടെ മൈക്കിൾ സ്റ്റുവർട്ട് അടക്കമുള്ള 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. ഇതോടെ സത്യദൈവത്തെ നിന്ദിക്കുവാൻ ശ്രമിച്ചവരുടെ ശ്രമം വിഫലമായി. അതേസമയം പരസ്യമായി കറുത്ത കുർബാന അർപ്പിക്കുവാൻ സാത്താൻ സേവകർ പദ്ധതി ഇട്ടതു മുതൽ രാജ്യത്തിനകത്ത് പ്രതിഷേധവുമായി ക്രിസ്തീയ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. 28-ാം തീയതി കെൻസസ് സിറ്റി ആർച്ച് ബിഷപ്പ് ജോസഫ് നൗമാന്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തിയിരുന്നു. ആരാധനയ്ക്കായി വിശ്വാസികളായ 400ഓളം പേരാണ് എത്തിച്ചേർന്നത്. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ശേഷം ഇന്നലെയും ഇവർ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി പ്രകടനവും നടത്തിയിരുന്നു.